ശ്രീ പി കെ ഗോപൻ, നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ കണ്ട ചെന്നിത്തലയുടെ വാക്കുകൾ കേരളത്തിൻ്റെ പുരോഗതിയിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. കേരളത്തിൻ്റെ പുരോഗതിക്കായ ഒരു യാത്ര ചെന്നിത്തലയാണ്. അസമയത്തുള്ള യാത്രയെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നത്? എന്താണ് ചെന്നിത്തല ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രീ സിജു, നമ്മുടെ കേട്ടുകേൾവിയിലുള്ള ഒരു കാര്യമല്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കേരളത്തിലെ പ്രതിപക്ഷത്തിരുന്ന ഒരു മുൻ പ്രതിപക്ഷ നേതാവ്, നിലവിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെട്ടിട്ടുള്ള 2-3 ആളുകളിൽ ഒരാളായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി യാത്ര ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിട്ടില്ല. ഒരു രാഷ്ട്രീയ ചരിത്രത്തിലും അങ്ങനെ കാണുന്നില്ല. എന്താണ് ഇപ്പോ അങ്ങനെ ഒരു ഉൾവിളി തോന്നാനുള്ള കാരണം? അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി 2021 വീണ്ടും വരേണ്ട ആളായിരുന്നു. അതിനു മുമ്പ് 2016-21 ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ 2021 അവരുടെ അധികാര തർക്കത്തിന്റെ ഭാഗമായി പുതിയ ഒരാള് അവരോധിക്കപ്പെടുകയാണ്, ശ്രീ വി ഡി സതീശൻ. അദ്ദേഹമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ട് പിന്നീട് പ്രവർത്തിച്ചത്. ആ വി ഡി സതീശൻ ഒരു കേരള യാത്ര നടത്തി. അത് കാസർഗോഡ് തിരുവനന്തപുരം 1 മാസം നീണ്ടു നിന്ന യാത്രയാണ്. അവിടെ നേതാവായിട്ട് അവരോധിക്കപ്പെട്ട് ആ യാത്രയുടെ ഒറ്റ ക്യാപ്റ്റനെ മാത്രമേ അവർ നിശ്ചയിച്ചുള്ളൂ. അത് ശ്രീ വി ഡി സതീശനാണ്. ബാക്കിയുള്ളവരെല്ലാം അതിന്റെ സഹയാത്രികരായിരുന്നു. ഈ സമയത്ത് ഒരു സംഭവം നടന്നു. നമ്മുടെ KC വേണുഗോപാൽ ആ യാത്രയിൽ നിന്ന് വേറിട്ട് ചില പ്രചാരണ പരിപാടികളിൽ ഏർപ്പെട്ടു. അദ്ദേഹം കപ്പ വെന്തോന്ന് നോക്കാൻ ഒരു വീട്ടിൽ പോയി. അത് പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ട്രോളന്മാർക്ക് വലിയ വിഭവമായിട്ട് അത് മാറി. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയിൽ ശ്രീ മോഹൻലാൽ അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തോടും കഥാസന്ദർഭത്തോടും അതിന് സാമ്യതയുണ്ടായിരുന്നു. അതൊരു കൃത്രിമമായ പ്രവർത്തനമായി ആണ് ജനങ്ങൾ പൊതുവെ വിലയിരുത്തിയത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വന്ന് നടത്തിയ പ്രസംഗത്തിൽ നമുക്ക് സിംഗിൾ ഡാൻസ് വേണ്ട, ഗ്രൂപ്പ് ഡാൻസ് മതി എന്ന് പറഞ്ഞത്. അതിന് അദ്ദേഹം കൂട്ടുപിടിച്ചത് കേരളം ലോകത്തിന് സംഭാവന ചെയ്ത കലാരൂപമായിട്ടുള്ള മോഹിനിയാട്ടത്തെയാണ്. മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് സംഭാവനയാണ്. ആ മോഹിനിയാട്ടത്തെയാണ് അദ്ദേഹം അതിനോട് ഉപമിച്ചത്. അപ്പോൾ സിംഗിൾ ഡാൻസ് വേണ്ട എന്ന് പറഞ്ഞത് തന്റെ സഹപ്രവർത്തകനായ, അതായത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് ദേശീയ തലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ വഴി തിരിച്ചുവിടാൻ, അല്ലെങ്കിൽ വി ഡി സതീശന്റെ ജാഥയിൽ നിന്ന് മാറി ഒരു ശ്രദ്ധ താനും ഇങ്ങനെ ഒരു വലിയ നേതാവായിട്ട് നാട്ടിലുണ്ട് എന്ന് എന്തായാലും അദ്ദേഹത്തിന് അറിയാം. ഭക്ഷണം കൊണ്ടുപോകുന്ന പിന്നെ തൊഴിലാളികളുടെ വണ്ടിയുടെ പുറകിൽ കയറിപ്പോയാൽ, അത് ഓൺലൈൻ ഫുഡ് വിതരണം ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്നവരുടെ വണ്ടിയുടെ പുറകിൽ പോയാലും, ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കോൺഗ്രസ് പ്രവർത്തകയെ സെറ്റാക്കി നിർത്തിയിട്ട് കപ്പ വെന്തോ ഇറച്ചി വെന്തോ എന്ന് ചോദിച്ചാലും ഒക്കെ വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളല്ല ശ്രീ KC വേണുഗോപാൽ. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം ആ പരിശ്രമം നടത്തിയത്. അങ്ങനൊരു പരിശ്രമം നടത്തിയപ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിച്ചത്. അത് ആദ്യം അദ്ദേഹം ഒരു അലങ്കാര പ്രയോഗം, ഉപമാ പ്രയോഗമൊക്കെ നടത്തിയെങ്കിലും പിന്നീട് കൃത്യമായിട്ട് അദ്ദേഹം ലീഡർഷിപ്പിനെ തന്നെ ഊന്നി അക്കാര്യം വിശദീകരിക്കുകയുണ്ടായി. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് ഇപ്പോ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി മെയ് 4-നാണ് റിസൾട്ട് വരുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ പ്രധാനമായിട്ട് 3 പേർ, അതല്ലെങ്കിൽ 5-6, ഗോവിന്ദൻ മാഷിന്റെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് 6 പേരാണ്. എന്തോ ആയിക്കോട്ടെ, 6 ആയാലും 3 ആയാലും 1-ൽ കൂടുതലുണ്ട്. അത്തരം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയി അവരോധിക്കപ്പെടുകയും അവരുടെ അനുയായികളെ ഉപയോഗിച്ച് വലിയ തോതിൽ താനാണ് പണ്ട് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ഹിന്ദു ദൈവങ്ങൾ വലിയ പ്രചാരം നേടിയതിന്റെ ഒരു ചരിത്രപരമായ രീതി പരിശോധിച്ചാൽ ഇപ്പൊ ശൈവപക്ഷപാതികളുണ്ടായിരുന്നു, വൈഷ്ണവപക്ഷപാതികളുണ്ടായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ ഒരു തരത്തിൽ മതം പോലെയാണ് അന്ന് പ്രവർത്തിച്ചത്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ദൈവമാണ് ഏറ്റവും വലുത് എന്ന് സ്ഥാപിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അത് തമ്മിൽ തർക്കം പോലും നടന്നിരുന്നു. നമ്മുടെ ഒരു 10,500 വർഷങ്ങൾക്ക് മുമ്പുള്ള കൃതികളൊക്കെ പരിശോധിച്ചാൽ ആ തർക്കം അതിൽ കാണാം. ഉദാഹരണത്തിന് മത്തവിലാസ പ്രഹസനം എന്നൊരു നാടകമുണ്ട്. തഞ്ചാവൂരിലെ മാനവേന്ദ്ര വിക്രമ മഹാരാജാവ് എന്നാൾ എഴുതിയതാണ്. അതിൽ ശൈവപക്ഷപാതികളും ബൗദ്ധപക്ഷപാതികളും തമ്മിലുള്ള സംഘർഷമാണ് ആ നാടകത്തിൽ ചിത്രീകരിക്കുന്നത്. അപ്പോ ഇന്ദ്രനാണ് വലുത്,
അല്ലെങ്കിൽ ശിവനാണ് വലുത്, അല്ലെങ്കിൽ ബ്രഹ്മാവാണ് വലുത്, അല്ലെങ്കിൽ വിഷ്ണുവാണ് വലുത് എന്ന് അവരവരുടെ അനുയായികൾ ഉദ്ഘോഷിച്ചിട്ടാണ് ഈ പുരാണങ്ങളിലെ ഓരോരുത്തർക്കും മഹാത്മ്യം ഉണ്ടായത്. അതുപോലെ കെ.സി. വേണുഗോപാലിന്റെ മഹാത്മ്യം, രമേശ് ചെന്നിത്തലയുടെ മഹാത്മ്യം, വി.ഡി. സതീശന്റെ മഹാത്മ്യമൊക്കെ അനുയായികൾ ഓരോരോ കഥകളായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയും അവരിൽ ഇന്നയാളാണ് മികച്ചത് എന്ന് സ്ഥാപിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് കുറച്ചൊറ്റപ്പെട്ടു പോയ രമേശ് ചെന്നിത്തല കേരളത്തെ നന്നാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ നന്മയാണ് എൻ്റെ ലക്ഷ്യം, നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ സഹായിക്കുകയും എന്നോട് നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേക റോള്? KPCC പ്രസിഡന്റ് അല്ല, പ്രതിപക്ഷ നേതാവല്ല, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക അധികാരം അദ്ദേഹം കൈയാളുന്നില്ല. നിലവിൽ അദ്ദേഹം കേരളത്തിൽ MLA ആണ്. ഇനി അദ്ദേഹം അധികാരത്തിൽ വരികയാണെങ്കിൽ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പരിശ്രമം നടത്തിയാൽ കുറച്ചൊക്കെ സാധൂകരണമുണ്ട്. പക്ഷെ ഇത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ പുതിയ അവതാരമായി അല്ലെങ്കിൽ പുതിയ രീതിയായി ശ്രീ രമേശ് ചെന്നിത്തല ഈ പ്രശ്നത്തെ കാണുന്നു എന്നുള്ളതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്.